പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. പെട്രോളിയം, ക്രൂഡ്, വൈദ്യുതി, വളം മേഖലകളുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി യോഗം അവലോകനം ചെയ്യും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, രാജ്യത്തെ ഇന്ധനക്ഷാമവുമായി ബന്ധപ്പെട്ട സ്ഥിതി, അതോടൊപ്പം തന്നെ കൂടുതൽ ക്രൂഡ് ഓയിലിന്റെ ഇങ്ങോട്ടുള്ള വരവ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ നിലവിൽ ചില ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരം തേടുകയാണോ ഈ യോഗത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്? പ്രജിൻ അസിത, രാജ്യത്ത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. LPG പ്രതിസന്ധിയാണ് ഏറ്റവും അടിസ്ഥാനപരമായി രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്. അതും വാണിജ്യ LPG വിതരണം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ആക്കി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പ്രതിസന്ധി ഇപ്പോഴും പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്ക് ഉൾപ്പെടെ ഈ ഒരു പ്രതിസന്ധി വ്യാപിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, രാസവള മന്ത്രി അടക്കമുള്ള മന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ക്രൂഡ് ഓയിൽ, ഒപ്പം തന്നെ ഇന്ധനം, LPGയും പെട്രോളും ഡീസലും അടക്കമുള്ള ഇന്ധനങ്ങൾ, രാസവളം, വൈദ്യുതി എന്നിവയുടെ നിലവിലുള്ള സാഹചര്യം, അവയുടെ വിതരണം എന്നീ കാര്യങ്ങളാണ് അവലോകനം ചെയ്യുന്നത്. ഇന്ധനത്തിൻ്റെയും രാസവളത്തിൻ്റെയും വിതരണം ഉറപ്പാക്കുന്നതിനും ഒപ്പം തന്നെ അതിൻ്റെ ലഭ്യത, നിലവിലുള്ള ഈ രാജ്യത്തേക്കുള്ള വരവനുസരിച്ച് അതിൻ്റെ വിതരണം ശൃംഖല അത് മെച്ചപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു യോഗത്തിൽ അവലോകനം ചെയ്യുകയും കൂടുതൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ ആവശ്യമെങ്കിൽ അതിന് രൂപം നൽകുകയും ചെയ്യുന്നത്. ഓരോ മന്ത്രാലയത്തിലെയും സാഹചര്യങ്ങൾ അന്തർ മന്ത്രാലയ സമിതി അവലോകനം ചെയ്ത് ഓരോ ദിനത്തിലും പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ അത് കൂടുതൽ മേഖലകളിലേക്ക് ഈ പ്രതിസന്ധി കടക്കാനുള്ള ഒരു പശ്ചാത്തലത്തിലാണ് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉന്നതതല മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രജിൻ അസിത. ബൽറാം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ LPG ബുക്കിങ്ങിലൊക്കെ തന്നെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ LNGയിലേക്ക് മാറുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ കൂടുതൽ കപ്പലുകൾ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സ്ഥിതിയല്ല നിലവിൽ രാജ്യത്തുള്ളത് എന്ന് മനസ്സിലാക്കാം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അത് യോഗത്തിൽ ചർച്ചയാകുന്നത്? അത്തരം വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്നുണ്ടോ? ഒപ്പം തന്നെ നേരത്തെ റിസർവിൽ ഉണ്ടായിരുന്ന കരുതൽ ഇന്ധനങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ LPG സിലിണ്ടറുകളൊക്കെ പുറത്തേക്ക് എടുക്കേണ്ട സാഹചര്യം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. എന്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ വന്നിരിക്കുന്ന മാറ്റം അതിൽ? പ്രജിൻ, പ്രധാനമായും രാജ്യത്തെ നിലവിലുള്ള ഇന്ധനത്തിൻ്റെ നീക്കം അത് അന്തർ മന്ത്രാലയ സമിതി സൂക്ഷ്മമായി ഓരോ ദിവസവും അവലോകനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് വാണിജ്യ LPG സിലിണ്ടറുകളും ഗാർഹിക LPG സിലിണ്ടറുകൾക്കും ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഗാർഹിക സിലിണ്ടറുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയെ തുടർന്ന് ജനങ്ങൾ ബുക്കിംഗ് വർദ്ധിപ്പിച്ചതാണ് അതിന് ഇടയാക്കിയത് എന്നാണ് വിലയിരുത്തപ്പെട്ടത്. തുടർന്ന് ഗാർഹിക LPGയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരുന്നു. 50% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഈ ഒരാഴ്ച പിന്നിട്ടതോടെ ആ ഒരു പ്രതിസന്ധിക്ക് അല്പം അറുതിയുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം വാണിജ്യ LPGയുടെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. അത് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ആവശ്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ ഈ ഒരു വർധനവിലൂടെ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തേക്ക് കഴിഞ്ഞ ആഴ്ച 3 കപ്പലുകൾ ഉൾപ്പെടെ കൂടാതെ പിന്നീട് പുതിയതായി കഴിഞ്ഞ മണിക്കൂറുകളിൽ 2 LPG ടാങ്കറുകളും എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് രാജ്യത്തെ മുഴുവനായുള്ള ആവശ്യം, ഈ കാലയളവിലുണ്ടായ പൂർണ്ണമായ ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള സാഹചര്യങ്ങൾ ഈ ഒരു യോഗത്തിൽ അവലോകനം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കരുതൽ എണ്ണയുടെ കാര്യത്തിൽ സംബന്ധിച്ചും നിർണായക തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ ക്ഷാമം അത് രൂക്ഷമായിരുന്ന സമയത്ത് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവരുടെ ഈ സിലിണ്ടറുകളുടെ പരിധി അത് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചതിന്റെ പരിധി കൂട്ടണമെന്നൊരു ആവശ്യം അത് കത്തായി തന്നെ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു. അതിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ? കൂടുതൽ സിലിണ്ടറുകൾ സംസ്ഥാനങ്ങൾക്ക്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതലായി അനുവദിക്കുമോ?
പ്രജിൻ, ഈ വാണിജ്യ സിലിണ്ടറുകളുടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ അന്തർമന്ത്രാലയ സമിതിയുടെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. 20% കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ വീതം 50% ഉയർന്നിട്ടുണ്ട് നിലവിൽ. എന്നാൽ നിലവിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് രാജ്യത്തേക്ക് ഈ പുതിയ LPG ടാങ്കറുകൾ പുതിയതായി എത്തുന്നത് ഏറെ കുറഞ്ഞിരിക്കുന്നു. ഈ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾക്ക് ഒരു പരിധിവരെ കടന്നു വരാൻ കഴിയുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ്. നിലവിൽ ഇന്ത്യക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് റഷ്യയിൽ നിന്നും നിലവിൽ കയറ്റുമതി ചെയ്യപ്പെട്ട ഇപ്പോൾ സമുദ്രത്തിൽ തന്നെയുള്ള എണ്ണ, അതിനെ ആശ്രയിക്കുകയാണ്. ആദ്യ 10 ദിവസത്തോളം പിന്നിട്ടത് ആ ഊർജത്തെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ നിലവിൽ പുതിയ സാഹചര്യത്തിൽ ഈ ഒരു സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ അത് രാജ്യത്ത് ഇന്ധനവിലയിൽ ഉൾപ്പെടെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില ഇരട്ടിയിലേറെ വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. പ്രജിൻ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.